ഓക്കെ, നിങ്ങൾ ഈ പറഞ്ഞതുപോലെ അവൾക്ക് അങ്ങനെ ഒരു ഇതില്ലായിരുന്നെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇവനെ ഇത്രത്തോളം വളർത്തിയത്? അവൾക്ക് ഈ കുടുംബവും ബന്ധങ്ങളും എല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവൾ എന്തിനാണ് ഇവൻ്റെ ആ ഒരു സ്നേഹം ചൂഷണം ചെയ്യാൻ നിന്നത്? ഓർത്ത് നോക്കിയപ്പോലെ അന്ന് അന്ന് അവൾക്ക് ഈ ഫാമിലിയും എല്ലാം ഉണ്ടായിരുന്നല്ലോ. അന്ന് അവൾക്ക് ഈ കൂട്ടുകാരുണ്ടായിരുന്നു, നാട്ടുകാരുണ്ടായിരുന്നു, അഭിമാനം ഉണ്ടായിരുന്നു, ബന്ധുക്കളുണ്ടായിരുന്നു. അന്നൊന്നും ഇവൾക്കിത് നിർത്താൻ തോന്നിയില്ല. ഇന്ന് അവൾ അത് നിർത്താൻ ശ്രമിക്കുന്നു. നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം അത്രത്തോളം വലുതാണ്. ഇനി പോട്ടെ, ഇപ്പോൾ ഇത് മറ്റുള്ളവരറിയുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരറിഞ്ഞു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് മറ്റുള്ളവർ ഇത് അറിഞ്ഞത്? ഇവർക്കിടയിൽ മറ്റു പല ആൾക്കാരും സ്ഥാനം പിടിച്ചതുകൊണ്ടല്ലേ ഇതറിഞ്ഞത്. എന്തിനാണ് ഇവർക്കിടയിൽ മറ്റു പലർക്കും സ്ഥാനം കൊടുത്തത്? എന്താവശ്യത്തിനായിരുന്നു? അവിടെ മുതലാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത്. അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ, ഇവർക്കിടയിൽ മറ്റു പലർക്കും സ്ഥാനം കൊടുത്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അവന് ഈ ക്യാഷിൻ്റെ വിഷയം അറിയില്ലായിരുന്നു, ആ പോലീസുകാരൻ്റെ വിഷയം അറിയില്ലായിരുന്നു, ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ആൾക്കാർ പോലും വരുവാനായിരുന്നു. ഇവരെല്ലാവരും വന്നതിന് ശേഷമല്ലയോ അവൻ പ്രതികരിച്ചു തുടങ്ങിയത്. അവൻ അവളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ എന്നറിയണമെന്നുണ്ടെങ്കിൽ ആ അമ്പലത്തിലെ ആ ഒറ്റൊരു കാര്യം ഓർത്താൽ മതി. ആ അമ്പലത്തിൽ അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും തിരക്കാതെ അവൻ്റെ ചോര വിറ്റിട്ടാണ് അതിന് സഹായിച്ചത്. അവള് എല്ലാ ദിവസവും വിളിക്കുന്ന ദൈവമാണെന്നാണ് പറഞ്ഞത്. അവളെല്ലാ ദിവസവും ആ ദൈവത്തിനെ കാണുമ്പോൾ അവൻ്റെ ചോരയല്ലേ കാണുള്ളൂ, അല്ല ദൈവത്തിനെ കാണത്തില്ല. കാരണം ആ ദൈവത്തിൻ്റെ മുഖത്തോട് ഒഴുകിയിരിക്കുന്നത് മൊത്തം അവൻ്റെ ചോരയാണ്.